Hi friends, നമ്മുടെ Q3 ഇന്നത്തെ കൊണ്ട് തീരുവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, Q3ലെ വർക്കിംഗ് ഡേ ആണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് Q3 റിസൾട്ട് ഒരടുത്ത 10 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ Q3 റിസൾട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏതാനും കമ്പനികളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ഞാൻ 10 സ്റ്റോക്കിനെ പേഴ്സണലി ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള 5 സ്റ്റോക്കാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. കഴിഞ്ഞ ക്വാർട്ടർ നല്ല റിസൾട്ട് ആയതുകൊണ്ട് ഈ ക്വാർട്ടർ നല്ല റിസൾട്ട് ആകണം എന്ന നിയമമൊന്നുമില്ല. ധാരാളം കമ്പനി ബെസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മോശമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കിതൊരു ലേണിംഗ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. ഈ കമ്പനികളുടെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഫണ്ട് അനലൈസ് ചെയ്യാം. ഈ ഫണ്ട് നല്ലതാണെങ്കിൽ സ്റ്റോക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഫണ്ട് നല്ലതായതുകൊണ്ട് സ്റ്റോക്ക് കയറണമെന്നൊന്നുമില്ല. സ്റ്റോക്ക് സെർട്ടൺ ടെക്നിക്കൽ ബിഹേവിയർ കാണിക്കും കയറാൻ നേരത്ത്, അതും വലിയൊരു ഫാക്ടറാണ്. ഫണ്ട് മോശമാണെങ്കിൽ, സപ്പോസ് റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലേണിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറേ നാളിന് ശേഷം ഞാനൊരു ട്രെയിനിങ് സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെഷൻ ജാനുവരി ഫസ്റ്റ് വീക്കാണ് പ്ലാൻ ചെയ്യുന്നത്. കാര്യം ജാനുവരി 3-ാമത്തെ ആഴ്ചയോടുകൂടി റിസൾട്ട് സീസൺ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. 2-ാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ആ സീസണിലേക്ക് ഒരു തിക്കാകാനായിട്ടൊരു പിന്നെ ഒരു 10 days എടുക്കും. ജാനുവരി ലാസ്റ്റ് വീക്കോടുകൂടി സീസണിൻ്റെ നമ്മൾക്കൊരു പീക്കിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എത്താൻ സാധിക്കും. ഫണ്ട് അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് പ്ലസ് ബിഹേവിയർ അനാലിസിസ്. ഇറ്റ്സ് ഓഫ് 12 to 13 days സെഷനാണ് ശരിക്കും. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ സെഷന് ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ റിസൾട്ടിനെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച് ആൻഡ് ബിഗ് ഓപ്പർച്യൂണിറ്റി ഓൾസോ. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് proswift23@gmail.com നിങ്ങൾക്ക് മെയിൽ അയക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോക്സിലേക്ക് കിടക്കാം. ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 സെക്ടേഴ്സാണ്. ഒന്ന് ബാങ്കിങ്, 2 NBFC, 3-ാമത്തെ ഇൻഷുറൻസ് കമ്പനീസ്. നമ്മളിപ്പോൾ ബാങ്കിങ് സെക്ടറിൽ വലിയൊരു കയറ്റം നമ്മൾ കഴിഞ്ഞ ഒരു 30-40 days ആയിട്ട് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇൻട്രസ്റ്റ് കയറി വന്നപ്പോഴേക്കും സെക്ടർ തന്നെ വലിയൊരു ഔട്ട് പെർഫോമൻസിലേക്ക് പോയി. ഞാൻ പറയാൻ വന്ന ഫസ്റ്റ് കമ്പനിയുടെ പേര് പൂനാവാല ഫിനാൻസ് എന്നാണ്. ഈ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത്, ബേസിക്കലി മെയിൻ പ്രൊമോട്ടർ എന്ന് പറയുന്നത് സൈറസ് പൂനവാലയാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബിസിനസ് മാഗ്നറ്റാണ് അദ്ദേഹം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CEO അഡാർ പൂനവാല. ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിങ് കമ്പനി. അവരുടെ ആ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനിയാണ് പൂനാവാല ഫിനാൻസ്. ബേസിക്കലി പൂന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. NBFCയിൽ വൺ ഓഫ് ദി ലീഡിങ് കമ്പനിയാണ് പൂനാവാല ഫിനാൻസ്. അവർ ധാരാളം ലോൺസ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. ഇവരുടെ കോസ്റ്റ് ഓഫ് ഫിനാൻസ് 8.5% നിന്നും ലെസ് ദാൻ 7%ലേക്ക് താന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണല്ലേ. രണ്ടാമത്തെ കാര്യം, അവർ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. കാരണം ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് റിലയബിൾ റേറ്റിംഗ് ആയിട്ടുള്ള AAA ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഈ കഴിഞ്ഞ ഡിസംബർ 26-നും 28-നും ഇടയ്ക്ക് ആസ് പെർ BSE ഡീറ്റെയിൽസ് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ 43 ലക്ഷം സ്റ്റോക്കാണ്, 43 lakhs പ്ലസ് സ്റ്റോക്കാണ് മാർക്കറ്റിൽ നിന്നും ഒക്കെ മേടിച്ചത്. ഭയങ്കര ഒരു പോസിറ്റീവ് ന്യൂസാണ് കമ്പനിയെ സംബന്ധിച്ച് അല്ലേ. ഒരു പ്രൊമോട്ടർ 43 ലക്ഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുക വെച്ചാൽ ദാറ്റ്സ് എ ബിഗ് ന്യൂസ് അല്ലേ. 289 രൂപ 5 പൈസയാണ് ആവറേജ് ബൈ പ്രൈസ്. വെരി ഹൈ പോസിറ്റീവ് ന്യൂസ് ഓൾസോ ശരിക്കും അല്ലേ. അപ്പം എക്സലൻറ്റ് കമ്പനിയാണ്. മോസ്റ്റ് എക്സ്പീരിയൻസ് പ്രൊമോട്ടേഴ്സാണ്. പ്രൊമോട്ടർ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് മേടിക്കുന്നു. കഴിഞ്ഞ Q2 ബെസ്റ്റ് റിസൾട്ടാണ് കമ്പനി കൊടുത്തത്. അവരുടെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ഭയങ്കരമായിട്ട് താന്നു. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. Q3 റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് തീർച്ചയായും ഈ കമ്പനിയെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. എങ്ങനെയാണ് റിസൾട്ട് വരുന്നത്, ആ റിസൾട്ടിൻ്റെ ബേസിൽ എങ്ങനെയാണ് സ്റ്റോക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ് വാച്ച് ചെയ്യാനായിട്ട്. സെക്കൻഡ് കമ്പനി മഹാരാഷ്ട്ര സീംലെസ്. സ്റ്റീൽ പൈപ്പുകൾ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് മഹാരാഷ്ട്ര സീംലെസ്. കഴിഞ്ഞ ക്വാർട്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ടായിരുന്നു അവർ കൊടുത്തത്. ഇൻഡസ്ട്രി വാല്യുവേഷനേക്കാളും പകുതിയേ ഉള്ളൂ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. ഇൻഡസ്ട്രി വാല്യുവേഷൻ 17 സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ബിലോ 9 8.3 ആണ് ശരിക്കും. കഴിഞ്ഞ ഒരു ഏതാനും ക്വാർട്ടറുകളായിട്ട് കണ്ടിന്യൂസ് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് മഹാരാഷ്ട്ര സീംലെസ്. സ്റ്റീൽ പൈപ്പും ട്യൂബ്സും ഒക്കെ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് മഹാരാഷ്ട്ര സീംലെസ്. സോ ഇംപ്രൂവിങ് ഫണ്ട, എക്സലൻറ്റ് റിസൾട്ട്, എക്സലൻറ്റ് OPM മാർജിൻ ഇൻക്രീസ് ക്വാർട്ടർ ബൈ ക്വാർട്ടർ ആൻഡ് ഇയർ ഓൺ ഇയർ. ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. മൂന്നാമത്തെ കമ്പനി ഡെൽറ്റ കോർപ്പ്. നിങ്ങൾക്കറിയാമല്ലോ, ബേസിക്കലി കാസിനോസിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്.
കോവിഡ് സമയത്ത് വളരെ സഫർ ചെയ്തൊരു കമ്പനിയാണ്. കാര്യം എല്ലായിടത്തും ലോക്ക്ഡൗൺ വന്നപ്പം ഭയങ്കരമായിട്ട് താഴെ പോയൊരു കമ്പനിയാണ്. പക്ഷേ കോവിഡിന് ശേഷം അവർ അത്ഭുതകരമായിട്ട് അവർ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പെർഫോമൻസാണ് കഴിഞ്ഞ 3 ക്വാർട്ടറായിട്ട് കാഴ്ചവെക്കുന്നത്. ഗോവയിൽ ഈ കറണ്ട് ഇയർ ഈ ഡിസംബറിൽ ഗോവയിൽ ഹൗസ്ഫുള്ളാണെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രി പി കാട്ടിലും ഇൻഡസ്ട്രി 31.3 ആണ്, സ്റ്റോക്ക് പി അറൗണ്ട് 22 ആണ്. ഇൻഡസ്ട്രി പിയേക്കാളും താഴെ എന്നുവെച്ചാൽ ഇൻഡസ്ട്രി വാല്യുവേഷനേക്കാളും വാല്യുവേഷൻ താഴ്ന്ന സ്റ്റോക്കാണ് ഡെൽറ്റ കോർപ്പ്. അതും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. റിസൾട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. റിസൾട്ട് നല്ലതാണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, മോശമാണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അത്തരത്തിൽ കാണാൻ സാധിക്കുന്നൊരു കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്. 4ാമത്തെ കമ്പനി വോൾട്ടാൻ ട്രാൻസ്ഫോർമേഴ്സസ് ആണ്. അതും കണ്ടിന്യൂസ് ആയിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്നൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ H1 ഒന്ന് വീക്കായിട്ട് H2 ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. കഴിഞ്ഞ ഒരു 4 കൊല്ലത്തെ റിസൾട്ട് നോക്കിയാൽ H1 ദാറ്റ് മീൻസ് ഫസ്റ്റ് ഹാവിൽ അല്പം ഡൗൺ ആയിട്ട് സെക്കൻഡ് ഹാവിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തൊരു കമ്പനിയാണ്. ഒരു 4 കൊല്ലത്തെ റിസൾട്ട് നിങ്ങൾ ക്വാർട്ടർ റിസൾട്ട് എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. H1 അല്പം വീക്കാണ്, H2 ഈസ് ഡൂയിങ് ഫാൻറ്റാസ്റ്റിക്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ പെർഫോം ചെയ്ത കമ്പനിയാണ് വോൾട്ടാൻ ട്രാൻസ്ഫോർമേഴ്സസ്. അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കാൻ നേരത്ത് ദിസ് പെർഫോമൻസ് ഇസ് അറ്റ് പാർ വിത്ത് കോമ്പറ്റീറ്റർ ബട്ട് അണ്ടർ വാല്യൂഡ് കമ്പനി. വാല്യുവേഷൻ ഇൻഡസ്ട്രി വാല്യുവേഷനെക്കാളും വളരെ താഴെയാണ്, ഓൾമോസ്റ്റ് 50% താഴെയാണെന്ന് വേണം പറയാം. ഇൻഡസ്ട്രി വാല്യുവേഷൻ 34.2 ആണ്, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 18.8 ആണ്. സോ സംതിങ് അറൗണ്ട് ഒരു 50% റേഞ്ചിലാണ് വാല്യുവേഷൻ നിൽക്കുന്നത്. എക്സലൻറ്റ് കമ്പനി, ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ആൻഡ് അണ്ടർ വാല്യൂഡ് കമ്പനി ശരിക്കും. സോ നമ്മൾ H2 ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. H2 എന്ന് വെച്ചാൽ Q3 Q4 ആണ് H2 എന്ന് പറഞ്ഞത്. H1 ഒരല്പം പെർഫോമൻസ് വീക്കായിട്ട് നോർമലി H2 പെർഫോമൻസ് ഉണ്ട് എന്ന് കരുതി നമുക്ക് ഈ H2 ഇതേ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആധികാരികത കിട്ടത്തുള്ളൂ. സ്റ്റിൽ വി ക്യാൻ വാച്ച് ദിസ് കമ്പനി. ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് തീർച്ചയായും നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. 5ാമത്തെ കമ്പനി GE ഷിപ്പിംഗ്. വീണ്ടും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനിയാണ് GE ഷിപ്പിംഗ്. വാല്യുവേഷൻ ഈസ് റൈറ്റ് വാല്യുവേഷനിലാണ്, അല്പം പോലും വാല്യുവേഷൻ കൂടുതലല്ല. 2ാമതൊക്കെ വെച്ചാൽ ക്യാഷ് ഫ്ലോ. ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ എല്ലാ കമ്പനിയുടെയും ക്യാഷ് ഫ്ലോ കഴിഞ്ഞ 6 മാസത്തെ ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്ററാണ് കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്ത്. കയ്യിൽ ക്യാഷ് വേണം എങ്കിൽ മാത്രമേ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ക്യാഷ് ഫ്ലോ മീൻസ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. ഈ പറയുന്ന ഈ 5 കമ്പനികൾക്കും ക്യാഷ് ഫ്ലോ അനാലിസിസ് നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് ഡബിളാണ് ശരിക്കും. ഹ്യൂജാണ് ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്ന കമ്പനികൾക്ക്. കമ്പനിയുടെ ആ ഗ്രേറ്റ് വിഷനെയും കമ്പനിയുടെ ബെസ്റ്റ് എക്സിക്യൂഷൻ പ്ലാനിനെയും അതനുസരിച്ചുള്ള എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ടിനെയുമാണ് കാണിക്കുന്നത്. ഈവൻ GE ഷിപ്പിംഗ് അതുപോലെ തന്നെ. ബേസിക്കലി ഇന്ത്യൻ ഷിപ്പിംഗ് ആൻഡ് ഓയിൽ ഡ്രില്ലിംഗ് കാറ്റഗറി വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് GE ഷിപ്പിംഗ്. ആക്ച്വലി GE ഷിപ്പിംഗ് കഴിഞ്ഞ ഏതാനും ക്വാർട്ടറിലായിട്ട് കണ്ടിന്യൂസ് പെർഫോമൻസ് കൊടുക്കുന്നൊരു കമ്പനിയാണ്. നാച്ചുറലി നമുക്ക് ഈ ക്വാർട്ടറിലും കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഈ കമ്പനികളൊക്കെ തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് നോക്കാൻ കാര്യം, ഒന്ന് വാല്യുവേഷൻ ഇൻഡസ്ട്രി വാല്യുവേഷനെക്കാളും വളരെ താഴെയാണ്. 2 കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനീസാണ്. 3 എക്സലൻറ്റ് ക്യാഷ് ഫ്ലോസ് ആണ്. 4ാമത്തെ കാര്യം പെർഫോമൻസ് മാത്രമല്ല, പെർഫോമൻസിലെ കൺസിസ്റ്റൻസി വലിയൊരു ഫാക്ടറാണ്. എക്സെപ്റ്റ് ഡെൽറ്റ കോപ്പ് നമുക്കറിയാം കാസിനോസ് ആണ്. കോവിഡ് സമയത്ത് വളരെ അടച്ചിടേണ്ടി വന്നവർ കാസിനോസിൻ്റെസൊക്കെ. സോ നാച്ചുറലി അതിൻ്റെ ഒരു ലോജിക്കൽ റീസൺ നമ്മുടെ കയ്യിലുണ്ട് ശരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ദിസ് നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. നിങ്ങളൊരു കാരണവശാലും ഈ വീഡിയോ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ കാണരുത്. ജസ്റ്റ് എ ലേണിംഗ് പർപ്പസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എങ്ങനെ സ്റ്റോക്കുകൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമുക്ക് റിസൾട്ടുകളെ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. സൈനിങ് ഓഫ്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അടുത്ത് തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും.